മറ്റു നഗരസഭകളിലെ കാര്യം കൂടി ഉമേഷ് വേഗത്തിൽ. ഏലൂർ നഗരസഭയിൽ എൽ ഡി എഫിൻ്റെ ചെയർപേഴ്സണാണ് വിജയിച്ചിരിക്കുന്നത്. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. എൽ ഡി എഫിലെ ലൈജി സജീവൻ 32ാം വാർഡ് കൗൺസിലറാണ് ലൈജി 15 വോട്ടുകൾക്ക് എൽ ഡി എഫിൻ്റെ മുന്നണി വോട്ടുകളാണ്. ആ വോട്ടുകൾക്ക് ലൈജി സജീവനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ 32 വാർഡാണുള്ളത്. പക്ഷേ എൽ ഡി എഫിനാണ് മെജോറിറ്റി ഉണ്ടായിരുന്നത്. അങ്ങനെ എൽ ഡി എഫിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിരുന്ന ലൈജി സജീവൻ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ബി ജെ പി ആണ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത്. മറ്റെല്ലായിടങ്ങളിലും യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ ഉണ്ടായിരുന്നത്. അവിടെയെല്ലാം ഫലം പുറത്തു വരുന്നേ ഉള്ളൂ. യു ഡി എഫിൻ്റെ തന്നെ മറ്റ് അട്ടിമറികളുള്ളതായിട്ട് ഇതുവരെ വിവരം വന്നിട്ടില്ല. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ പലയിടത്തും ടേം വ്യവസ്ഥ വെച്ചിട്ടുണ്ടപ്പോൾ മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരിലുമൊക്കെ മേയർ സ്ഥാനം പങ്കിടാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുമുണ്ട്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.